മാങ്ങ അച്ചാർ ഉണ്ടാക്കുകയാണ്. കടുക് പൊട്ടിച്ച് ഇനി അതിലോട്ട് കുറച്ച് ഇഞ്ചി ഇടുക. ഇതാണ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാങ്ങ അരിഞ്ഞിട്ട് ഉപ്പിട്ട് വെച്ചേക്കാണ്. ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകാണ് അരിഞ്ഞിട്ടേക്കണത്. നല്ല പുളിയൻ മാങ്ങയായിട്ട് എടുത്തേക്കണത്. ഇത്തിരി മധുരമുള്ള മാങ്ങയാണെങ്കിൽ അച്ചാറിടാൻ നല്ലതായിരിക്കും. ഏകദേശം ഒരു വലിയ മാങ്ങ ഒരു 4 മാങ്ങകളാണ് നമ്മൾ എടുത്തേക്കുന്നത്. മുളക് പൊടി ആഡ് ചെയ്യണം. ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്തു. 2.5 ടീസ്പൂൺ മുളക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്യണം. ഇനി ഉലുവാപ്പൊടി ഇട്ടോ, ഇത്ര ഉലുവാപ്പൊടി എടുക്കുക. ഇനി നമ്മൾ അടുത്ത് ആഡ് ചെയ്യുന്നത് കായപ്പൊടിയാണ്. കായപ്പൊടി ആഡ് ചെയ്യുക കേട്ടോ. ക്വാണ്ടിറ്റി ഇടണനുസരിച്ച് നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക. മാങ്ങയ്ക്ക് പുളി കൂടുതലായതുകൊണ്ടാണ് ഞങ്ങൾ പഞ്ചസാര ആഡ് ചെയ്യുന്നത് കേട്ടോ, അല്ലെങ്കിൽ ഭയങ്കര പുളിയായിരിക്കും. കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത്തിരി വെള്ളം ആഡ് ചെയ്യുക. ഇനി നമ്മൾ ചൊറുക്കം കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ചൊറുക്കം ആഡ് ചെയ്യാൻ പോവുകയാണ്. ഓൾറെഡി മാങ്ങക്ക് ഉപ്പ് ആഡ് ചെയ്താണ്. ഇനി ജസ്റ്റ് ഉപ്പും കൂടി ആഡ് ചെയ്യാനാണ്. അപ്പം മാങ്ങ ആഡ് ചെയ്യണം. മാങ്ങ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്ര ക്വാണ്ടിറ്റി മാങ്ങയാണ്, അത് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ മാങ്ങ അച്ചാർ റെഡി ആയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ മാങ്ങ അച്ചാർ. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് അടിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഞാൻ അടുത്ത വീഡിയോ കാണാം. ബൈ.